ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മെ വേദനിപ്പിക്കും. പക്ഷെ അത് മാറ്റമല്ല. അത്രയും നാൾ അവർ അണിഞ്ഞിരുന്ന മുഖംമൂടി അഴിഞ്ഞു വീണ് തനിനിറം പുറത്തു വന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ബുദ്ധിമാൻ ഇപ്പോൾ ജീവിക്കുന്ന അവസ്ഥയെക്കുറിച്ച് മാത്രമേ കൂടുതലായി ചിന്തിക്കുകയുള്ളൂ. അവർ ഒരിക്കലും കഴിഞ്ഞതോർത്ത് സങ്കടപ്പെടുകയോ ഭാവിയെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുകയോ ഇല്ല. ദൃഢനിശ്ചയം ചെയ്തവർക്ക് മാത്രമേ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ. ഒരാളുടെ പ്രവൃത്തിയും സംസാരവും നമ്മളെ വിഷമിപ്പിക്കുന്നതാണ് എങ്കിൽ അത്തരം ആളുകളെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലാതെ അവരോട് തർക്കിക്കാൻ നിന്ന് നമ്മുടെ വിലപ്പെട്ട സമയം കൂടി നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. അവസാനിപ്പിക്കാൻ വളരെ വേഗം കഴിയുന്നതും തിരിച്ചു കിട്ടാൻ അതിലേറെ പ്രയാസമുള്ളതുമായ ഒന്നാണ് ബന്ധങ്ങൾ. നിങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ കഴിയുമെങ്കിൽ ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. രണ്ട് കാര്യങ്ങൾക്ക് ആരെയും നിർബന്ധിക്കരുത്. ഒന്ന് സ്നേഹവും മറ്റൊന്ന് ആരാധനയുമാണ്. രണ്ടും ഹൃദയത്തിൽ നിന്നുള്ളതാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കാതെ വിമർശിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, സ്വഭാവം എന്നിവ സ്വയം വിലയിരുത്തുക. എല്ലാവരെയും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നോക്കി ജീവിക്കുക എന്നത് പ്രയാസകരമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ പരിഗണിക്കുകയും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുക. ഒരു കാര്യത്തിന് ഏറെ പരിശ്രമിച്ചിട്ടും തോറ്റുപോയാൽ അത് ഒരിക്കലും നിങ്ങളുടെ തെറ്റല്ല. അതേസമയം യാതൊരു പരിശ്രമവുമില്ലാതെ തോൽക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. സ്നേഹത്തിന് വേണ്ടി ആരുടെ മുന്നിലും യാചിക്കാതിരിക്കുക. യാചിച്ച് നേടുന്ന സ്നേഹം വെറും സോപ്പ് പതിയിലെ കുമിളകൾ പോലെയാണ്. കൊടുത്ത വാക്ക് കഴിയും വിധം പാലിക്കുവാൻ ശ്രമിക്കുക എന്നത് ഒരാൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം വളർത്തിയെടുക്കാൻ ഏറെ സഹായകരമാണ്. പലർക്കും പലതും നേടുവോളം നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും. എന്നാൽ നേടിക്കഴിഞ്ഞാൽ നമ്മളെപ്പോലെ അപ്രിയമായവർ വേറെ ഉണ്ടാകില്ല. ഏതൊരു കാര്യത്തിനെക്കുറിച്ചുള്ള അമിത പ്രതീക്ഷകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുക. നമ്മുടെ ചിന്തയും പ്രവൃത്തിയും ഒരുമിച്ച് ചേർത്താൽ ജീവിതത്തിൽ വിജയം നേടാൻ എളുപ്പത്തിലാകും. നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നവർ ആയിരിക്കില്ല നമ്മളെ സഹായിക്കാനെത്തുക. ഒരുപക്ഷെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റാരെങ്കിലും ആയിരിക്കും. ജീവിതം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് കൂടെ നിന്നവരെയും കൂട്ടുകൂടിയവരെയും ഒക്കെ യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാൻ സാധിക്കുക. പണത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്നവർക്കും ആത്മാർത്ഥമായി സ്നേഹത്തേക്കാൾ മൂല്യം പണത്തിന് കൊടുക്കുന്നവർക്കും ഒരിക്കലും ആരെയും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല. സ്നേഹത്തിന് വേണ്ടി ആരുടെ മുന്നിലും യാചിക്കാതിരിക്കുക. നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വന്നു ചേരും. ആരും ആയില്ലെങ്കിലും ആരുടെയും നേരം പോക്ക് ആകാതിരിക്കുക. കാരണം സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരികെ കിട്ടാൻ പ്രയാസമാണ്. ലക്ഷ്യം എത്ര അകലെയായാലും മാർഗം എത്ര കഠിനമായാലും നമുക്കായി കരുതി വച്ചിട്ടുണ്ട് എങ്കിൽ നാം അതിൽ എത്തിച്ചേരും. നമ്മെ സ്നേഹിക്കുന്നവർ ചിലപ്പോൾ ചെറിയ വേദനകൾ സമ്മാനിക്കും. പക്ഷേ തെറ്റായ ആളുകളെ നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് വേദനിക്കുന്നത്. നമുക്ക് ആരുമില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്നതിലും നല്ലത് നമ്മൾ ആർക്കും ഭാരമാവുന്നില്ലല്ലോ എന്നോർത്ത് സന്തോഷിക്കുന്നതാണ്. ജീവിതത്തിൽ സംഭവിച്ചത് എല്ലാം മറന്നോളൂ. അത് നല്ലതായാലും ചീത്തയായാലും. പക്ഷേ ചിരിച്ച മുഖത്തോടെ ചതിച്ചവരെ ഒരിക്കലും മറക്കരുത്.